പന്തളത്തുനിന്ന് അവർ വരും എന്ന് പറഞ്ഞ ഹരീന്ദ്രായി. ആ അതന്നെ, അവർ 12:40 കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 3:30 ആകുമ്പോൾ ബോഡി എടുക്കാം. അതിന് 2 മണിക്ക് ബോഡി എടുക്കാൻ അവൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ തീരുമാനമൊക്കെ അവിടെ ഇരിക്കുകയുള്ളൂ. നമ്മൾ 3:30 മണിക്ക് ബോഡി എടുക്കും. എന്ത് അല്ല, അതണ്ണ തീരുമാനിച്ചാൽ മതി. അവന്മാർക്ക് എന്താ ഭ്രാന്താ? ഇവിടെ വിട്ടാ നേരത്തെ അവിടെ പോകാൻ പറയും, അവിടെ വിട്ടാ നേരത്തെ ഇവിടെ വരാൻ പറയും. പുല്ല് നിന്റെ അവളെ അമ്മൂമ്മ അടക്കാൻ എന്നെ അടക്കേണ്ടി വരും. നീ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാ. ഇനി അഡ്ജസ്റ്റ് കൂടെ ചെയ്യണോ ഞാൻ? ആർക്ക്? നീ കൂടെ ഒന്നും നില്ലേ. ഞാനല്ല. വഴിയാണ് അവിടെ കൊണ്ടിട്ട് ഉണ്ടാക്കാൻ കിട്ടിയുള്ളൂ അവക്കൊക്കെ. നോക്കിക്കോ അവക്കൊക്കെ എവിടൊക്കെ പെരേറെ കിടക്കുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടിട്ട് കത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. നിന്റെ അടുത്തൊക്കെ എന്റെ അണ്ണ ഇവിടെ വന്ന് പറഞ്ഞല്ലേടാ അവിടെ ഇത് പറ്റൂലെന്ന്. ശക്തിച്ചേട്ടനല്ലേ അത്? എടി ശക്തിച്ചേട്ടൻ ഏത്? എന്റെ കോളേജിലെ സീനിയർ ആണ് ആ ചേട്ടൻ, ആ ചുവന്ന ഷർട്ട്. ഓ അതിവിടെ പണിക്ക് വന്ന ആരാണ്? അല്ല, ടിറ്റു ശക്തിച്ചേട്ടൻ. ഈ വേട്ടവാളിയിലുണ്ടോ? എനിക്ക് വയ്യത്. ഇതെല്ലാം കൂടി പ്രശ്നമെന്ന് തോന്നണം. ഈ വഴി തന്നെ ഇവര് തന്ന വഴിയല്ലേടി? ആര്യാന്ന് കേസ് കൊടുത്ത് വാങ്ങിച്ച വഴിയാണ്. അവര് വഴി തന്നെ പോലും. ഇവിടെ വിളിച്ചോണ്ട് പോ. എന്തിനു വിളിച്ചോണ്ട് പോയി? അവരെ അവിടെ ഇട്ട് കത്തിക്ക് നോക്കി. അതിനു മുമ്പ് അമ്പികയെ കത്തിക്കണം. സതീശ വേറെ ആരുമല്ല, കരയവും പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. പ്രസിഡന്റാ പ്രധാനമന്ത്രിയാന്ന് എനിക്കറിയണ്ട. ഇതിപ്പോ എന്റെ വഴിയെടുത്തുന്ന മാറ്റിലേക്ക് നീയൊക്കെ സ്വപ്പം വിവരം അറിയും. പ്രസന്ന അവിടെ കത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടത്താനും എനിക്കറിയാം. ഒരുത്തനും കത്തിക്കൂല. മുരളി അടിയടാ അവനെ. പിന്നെ മുരളി അണിച്ച് അച്ചി വീട്ടിൽ ഒന്ന് പെറ്റി കിടക്കണം. എവനെ കൊള്ളവർ നിന്നെ പേടിക്കുമായിരിക്കും. എന്നെ അതിന് കിട്ടൂല. നിനക്ക് ആള് മാറിപ്പോയി. പ്രസന്ന, ഞാൻ എവിടെ കിടക്കട്ടെ? നിന്റെ അവിടെ വന്നില്ലല്ലോ. ഇതൊരു മരണം നടന്ന വീടാണ്. നീ വെറുതെ ഇവിടെ കിടന്ന് അൽമുണ്ടാക്കരുത്. മുരളി ഇനി സംസാരമില്ല, അടിക്കാവനെ. എന്റെ അണ്ണ നിങ്ങൾക്ക് ഇങ്ങനെ നഴുവേണ്ട വല്ല കാര്യമുണ്ടാ? ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞല്ലേ. പറഞ്ഞാലും മനസ്സിലാവില്ല, വല്ലമാരെ വാക്കും കേട്ടും. പ്രസന്ന, മാമൻ ഇടയ്ക്ക് അവിടെയുണ്ട്. അന്ന് വെച്ച തെങ്ങ് മുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ അവിടെ വഴിയുന്നത്. മാമനെ ഞങ്ങൾ എവിടെ അടയ്ക്കുമോ അതിൻ്റെ അടുത്ത് തന്നെ മാമിയെ ഞങ്ങൾ അടക്കും. അതെന്ത്? മാമന്റെ അടുത്ത് കിടന്നാലേ നിന്റെ മാമി കുറക്കാൻ വരുള്ളൂ. പ്രസന്ന അടിയവനെ, അടിക്കാവനെ. നീ ഒന്നടിച്ച് നോക്കിയാണ്. ആ പ്ലാഗം കൂടി അവനെ അടിയടാ. പ്രസിഡന്റ് ആണോ പറഞ്ഞ അടിയവനെ. അയ്യോ എന്നെ ഇവിടെ കടിച്ചിട്ട് സമാധാനത്തെ അവരെ അടക്കാൻ പറ്റുമോ നിനക്കൊക്കെ തോന്നണ പറഞ്ഞേ. ഈ പ്രസന്ന ആരാണെന്ന് നീയൊക്കെ അറിയും. ഇന്നവരെ അടക്കാൻ പറ്റാതെ നീയൊക്കെ അവിടെ കിടന്ന് ഓടും. പ്രസന്ന ഉണ്ടോ പറഞ്ഞത്? മാമിക്ക് മര്യാദയ്ക്ക് ഒരു അടക്കണി കൊടുക്കണം. എന്നെ മരുമോനായിട്ടല്ല, ഞാൻ മോനായിട്ടാണ് മാമി കണ്ടിട്ടുള്ളത്. അമ്മ ധൈര്യമായിട്ടിട്ട് നമ്മളൊക്കെ ഇല്ലേ? കുമാർ വാടാ ഇല്ലടാ. ഓ ഇല്ലണ്ണ
അങ്ങനെ രസേന ഞാൻ ഇരിക്കൂല. എത്ര നേരം വിളിച്ചിട്ട്? അച്ഛാ താണ്ടേ ശ്രീകാര്യത്ത് ഗ്രൗണ്ട് ഇരിക്കായിരുന്നു. എങ്ങും പൊക്കളയിൽ ഇവിടെ തന്നെ കാണണം. ഓ എന്താണ് ഉണ്ണിച്ചേട്ടൻ ലീവ് കിട്ടൂല. അപ്പം നീ വേണം കർമ്മം ചെയ്യാനുള്ളത്. അകത്ത് എവിടെയും ഇരി. അല്ലാ സമയത്ത് തിരക്കി കിടക്കാനൊന്നും പറ്റൂല. ഏത് നേരം നോക്കിയാലും ഗെയിം കളിയാണ്. അത് കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ പോലും എടുക്കൂല. കട്ടായി കളിയൊന്നേ. കുട്ടത്തി പ്രസന്റിന് വേഷ കിട്ടിയടി. കൊള്ളാം. പ്ലച്ചെന്ന് കേട്ടു മാമി. ഒരു 5 കിലോ വരും ഒരടി. പ്രസന്റ് അണ്ണൻ പിച്ചും കൂടെ ആ ചെമ്പി കുഴിച്ചെന്നങ്ങ് വീണ്. മുരളി അടി അടിച്ചത് ആ അല്ല, കരയോഗത്തിലൊക്കെയുള്ള സതീശണ്ണനെ. മറ്റേ സതീശൻ എന്ന് പറയുമ്പോ എന്തൊരു നിനക്കൊരു ഇളക്കം. ഓ ഇനി ഓരോന്ന് പറഞ്ഞുണ്ടാക്കി. ഇനി ഇത് വല്ല കേസ് വഴക്കമാറ്റാവോ? എന്തോ വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ പ്രസന്റ് ഒമ്പിക്ക് ആളുകളിൽ നടന്ന് അടിവാഞ്ചി പിടിക്കാനായിട്ട്. നീ ഒറ്റ ഒരുത്തിയല്ലേ ഇവിടെ ഇരുന്ന് അമ്പയെ പറഞ്ഞിളക്കി ഇത്രയും ആക്കി വെച്ചത്. ഇത് ഞാൻ എന്തിനു പറഞ്ഞെന്ന്? നിങ്ങളെ വഴിയിൽ അരിവിലിട്ടാണ് കത്തിക്കണേന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അവിടെ ചെന്ന് കിടന്ന് അടിയുണ്ടാക്കാൻ ഞാൻ പറഞ്ഞ? അത് കൊള്ളാം. ഇപ്പൊ പ്രശ്നം മൊത്തം എന്റെ മണ്ടയ്ക്കായ. സതീശ, എന്താണ് നീ എന്തിനാ അവനെ അടിക്കാൻ പോയത്? അണ്ണനല്ലേ പറഞ്ഞ അടിയടാന്ന്? ഞാൻ മുരളിയുടെ അടുത്തല്ലേ അടിക്കാൻ പറഞ്ഞത്, നിന്റെ അടുത്തല്ലല്ലേ. ഞാൻ മുരളിയെ കൊണ്ട് അടുപ്പിച്ചാനല്ലേ. അത് അല്ലണ്ണ, അത് പിന്നെ എന്തോന്ന് പിന്നെ? എടാ മുരളിയല്ലേ അടിക്കേണ്ടത്. നീ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട സതീശ. ഇനി ശ്രദ്ധിക്കണ്ണ. പ്രസന്നം വല്ല കേസിനും പോയല്ലേ. ഞാൻ പറഞ്ഞിട്ടാണ് അടിച്ചത്, നീ പറയൂ. ഞാൻ പറയണ. എടാ പറയരുതെന്ന് തന്നെ. ഇത് പാപ്പട കുഴപ്പമാവൂല്ലേ. അഞ്ചിൽ നമ്മളെ കണ്ടെന്ന് താ ഇപ്പൊ വിളിച്ച് ഇവിടുന്ന് പോവാൻ പറഞ്ഞളിയാ. വാ പോ. നില്ല, ഞാൻ പറഞ്ഞു നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടൊക്കെ ഇവിടുന്ന് പോവുള്ളൂ. അവളാണെങ്കിൽ ഇപ്പൊ വീണ്ടും ബാക്കിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവളെ മുമ്പ് വന്ന് കരയിട്ടാളയാ. നീ കരയെ പിടിക്കുക ചിരിക്കുക എന്തോണോ ചെയ്തോളിയാ. എനിക്ക് എന്റെ വീട്ടിൽ പോകണം. നീ ഇങ്ങനെ തളരല്ലേ. നീയല്ലേ എന്നെ ഒന്നും മോട്ടിവേറ്റ് ചെയ്യണ്ട. എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടെ. എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ടാണ്. പിന്നെ 3:30 എങ്ങനെ ആവണത്? അത് പിന്നെ എന്തൊരു എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു. മുരളി 3:30 എടുക്കണത് ഓമ്മ. എന്ത് 2 മണിക്കൊന്നും എല്ലായിടത്തും വിളിച്ച് പറഞ്ഞിട്ട് മാറ്റിയെന്ത്? അമ്മ ചുമ. എന്തൊരു പാടാ. എന്തരണ? പിന്നെ ഇനി അവരടക്കാൻ നേരത്ത് ഈ പ്രസന്നം വന്ന് വല്ല കലിപ്പം ഉണ്ടാക്കുവോ? അവനായിട്ടൊന്നും പറയാൻ പറ്റൂലണ്ണ. പന്തളത്ത് നിന്ന് അവർ വരുമ്പോൾ ഇവിടെ കാര്യങ്ങൾ നീറ്റായിരിക്കണം. അല്ലാതെ അടിയും വെള്ളവും വഴക്കൊക്കെ അവർ കണ്ടു കഴിഞ്ഞാലേ ആകെ നാണക്കേടാണ്. ചിലപ്പോൾ ഈ കല്യാണം തന്നെ മുടങ്ങി പോയിന്ന് വരും. ഇപ്പൊ എത്രയും പറ്റുന്ന ഡേ സുധാരം അവൻ അടക്കിയെടുത്ത് തന്നെ ഇവരടക്കണമെന്നൊന്നുമില്ല. മനസ്സിലായ അണ്ണ? അത് നിന്റെ കൊച്ചിന്റെ കല്യാണം ആലോചിച്ചിട്ടാണ്, അല്ലാതെ ഈ ഏപ്പരാജി പ്രസന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഡേ ഭായി സുനോ, യഹാ നഹി വഹാ നഹി, ഉദർ ഏക്ക് ആഞ്ഞിലി മൂട് ഹെ ഉദർ. അവിടെ പോയി വൃത്തിയാക്ക്. പോ ജൽദി ജാവടാ. ഡേ നമ്മാട്ടി നിന്റെ അച്ഛൻ എടുത്തോണ്ട് വരുമോ?